അള്ളാഹുവിന്റെ മുമ്പിൽ വഅദ കേൾക്കാൻ ഒരുമിച്ച് കൂടിയ വാപ്പയോട് ചോദിക്കുകയാണ്, ഒരു വാപ്പ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? നീ ദീന് പഠിപ്പിച്ചു കൊടുക്ക്, നീ ആദർശം പഠിപ്പിച്ചു കൊടുക്ക്, നിന്റെ മക്കൾക്ക് യഥാർത്ഥ ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അത് നിന്റെ കടമയാണ്, അത് നിന്റെ ബാധ്യതയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് അങ്ങനെയല്ലടോ. നമ്മുടെ വീടുകളിൽ അവസ്ഥ എന്താണ്? വാപ്പയ്ക്കൊരാദർശമാണ്, മക്കൾക്കൊരാദർശമാണ്. പടച്ചവനെ ഭാര്യ വേറൊരു ആദർശമാണ്. ഒരു വീടിന്റെ അകത്ത് പോലും പടച്ചവനെ പല പല ആദർശമാണ്. അവിടെ പോലും പടച്ചവനെ തർക്കമാണ്. തറാവീഹ് 20 ഒരാള് പറയുന്നു, ഒരാള് പറയുന്നു 8 ആണെന്ന്, ഒരാള് പറയുന്നു മരിച്ചാൽ ആരും കേൾക്കൂല, ഒരാള് പറയുന്നു കേൾക്കുമെന്ന്. പടച്ചവനെ ഒരു വീടിന്റെ അകത്ത് പോലും വാപ്പയും ഉമ്മയും മക്കളും ആദർശത്തിന്റെ വിഷയത്തിൽ 3 വിഭാഗമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തട്ടെ, വാപ്പാ മക്കള്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. ആദർശമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആദർശമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതൊരു അമാനത്താ വാപ്പാ. ആദർശമെന്ന് പറയുന്നത് ഒരു അമാനത്താ. ആ അമാനത്ത് നല്ല രീതിയിൽ നീ സൂക്ഷിക്കണേ. നിന്റെ ഭാര്യക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണേ, നിന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആദർശമില്ലെങ്കിൽ എല്ലാം പോയടോ, ആദർശമില്ലെങ്കിൽ എല്ലാം പോയടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചില മാതാപിതാക്കൾക്ക് വല്ലാത്ത സങ്കടമാണ്, ചില മാതാപിതാക്കൾക്ക് വല്ലാത്ത സങ്കടമാണ്. ഉസ്താദേ, എന്റെ പൊന്നുമകന് തലതിരിഞ്ഞു പോയല്ലോ, എന്റെ പൊന്നാര മകന് തലതിരിഞ്ഞു പോയല്ലോ. അവനൊന്ന് വിദേശത്ത് പോയിട്ട് വന്നപ്പോ അവൻ ഒരുപാട് സംശയങ്ങളായി, അവൻ ഒരുപാട് സംശയങ്ങളായി. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് മുഴുവനും ബിദ്അത്തായി, നിങ്ങളൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്നുള്ള രീതിയിലാണ് എന്റെ പൊന്നാര മകന് പറയുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഉമ്മ. എന്തിനാ സങ്കടപ്പെടുന്നത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. അതാ നല്ല രീതിയിൽ മക്കളെ വളർത്തിയിട്ട് തലതിരിഞ്ഞു പോകുന്ന മക്കളെ കാണുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മ, സങ്കടപ്പെടുന്ന വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകനായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കണോ. പടച്ചവനെ 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ പ്രവാചകനാ. 1ഉം 2ഉം വർഷമല്ല, 950 കൊല്ലം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നാര മകനുണ്ടല്ലോ, അല്ലാഹുവേ, അതാ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുകയാണ്. തന്റെ പൊന്നാര മകൻ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയപ്പോ അവന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. നൂഹ് നബി വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഇത് അല്ലാഹുവിന്റെ അദാബാടാ. ഇത് മഴയോ വെള്ളപ്പൊക്കമോ അല്ല, ഇത് പടച്ചറബിന്റെ അദാബാ, ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാ. മോനെ, വാപ്പയുടെ കൂടെ കപ്പലിൽ കേറ് എന്ന് പറഞ്ഞുകൊണ്ട് യാക്കൂബ് നബി അതാ മഹാനായ നൂഹ് നബി തന്റെ പൊന്നാര മകനെ അതാ ക്ഷണിക്കുമ്പോ പൊന്നാര മകൻ പറയുന്ന, വാപ്പ വാപ്പയുടെ പണി നോക്കിക്കൊള്ളാൻ, വാപ്പ വാപ്പയുടെ കാര്യം നോക്ക്. ഞാൻ വെള്ളപ്പൊക്കമുണ്ടായ ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് രക്ഷപ്പെടുമെന്ന് തന്റെ പിതാവിനോട് തന്റെ പൊന്നാര മകൻ പറയുകയാണ്. നൂഹ് നബി പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്. അവിടുന്ന് തന്റെ പൊന്നാര മക്കനെ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷേ അവൻ അനുസരിക്കുന്നില്ല. അവസാനം തന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തില് ആ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ചാകുമ്പോ നൂഹ് എന്ന് പറയുന്ന പിതാവിന് സഹിച്ചില്ലടോ. പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് വിളിക്കുന്നു, വനദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ഇബ്നി. അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അല്ലാഹ്, എനിക്കൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കുടുംബത്തെ നീ സംരക്ഷിക്കുമെന്ന്, എന്റെ അഹ്ലിനെ നീ സംരക്ഷിക്കുമെന്ന് നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു തമ്പുരാന്. ഈ മുങ്ങിച്ചാകുന്നത് എന്റെ മകനാണ് റബ്ബ്, ഈ
തൂങ്ങിച്ചാകുന്നതെന്റെ മകനാണ് റബ്ബ് എന്ന് പടച്ചവനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നൂഹേ വലൈസ മിൻ നഹ്രി, നിന്റെ രക്തത്തിൽ പിറന്നേ ഉള്ളൂ, നിന്റെ രക്തത്തിൽ പിറന്നതാണെന്നേ ഉള്ളൂ. ആദർശം വേറെയാ നൂഹ്, ആദർശം വേറെയാ നൂഹ്. വലൈസ മിൻ നഹ്രി, അവൻ നിങ്ങളുടെ അഖിലകാരനല്ല എന്ന് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആദർശം പഠിപ്പിച്ചു കൊടുക്ക്. എന്താണ് ആദർശമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ബാപ്പാ, ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. പടച്ചവനെ, കാരണം മക്കള് വഴിതെറ്റി പോകുന്ന കാലമാ, മക്കള് വഴിതെറ്റി പോകുന്ന കാലമാ. ഇന്ന് പ്രായമുള്ളവരെ ആർക്കും വേണ്ട, ഈ വളർന്നു വരുന്ന യുവതലമുറയാണ് എല്ലാവർക്കും വേണ്ടത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമാകും, എന്റെ സമുദായം 73 വിഭാഗമാകും. അതിൽ 72 നരകത്തിലാണ്, ഒരേ ഒരു വിഭാഗമേ സ്വർഗത്തിൽ കിടക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരേ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ. ആ ഒരേ ഒരു വിഭാഗമാരാ, ആ ഒരേ ഒരു വിഭാഗമാരാ ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്ന മുസ്ലിമും പറയുന്നത് ആ ഒരു വിഭാഗം ഞങ്ങളാണെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. എടോ, 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും മാത്രമേ നിസ്കാരമുള്ളൂ എന്ന് പറയുന്നവനും പറയുന്നത് ആ സ്വർഗത്തിൽ പോണ ഒരു വിഭാഗം ഞങ്ങളാ. ഇതുപോലാണ് ഈ 73 വിഭാഗവും പറയുന്നത് അത് ഞങ്ങളാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നത്. എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ നല്ലവനായിരുന്നു, സുന്നിയായിരുന്നു. പക്ഷെ ഒന്ന് സൗദിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവൻ തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവന്റെ തലതിരിഞ്ഞു പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ എത്ര കൊല്ലമായി ചങ്ങാതി പാരമ്പര്യമായി നമ്മൾ ചെയ്തുകൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. ഒന്ന് സൗദിയിൽ പോയിട്ട് വന്നപ്പോ അവൻ ചോദിക്കുന്നു, ഇപ്പൊ 8 അല്ലേ ഉള്ളൂ, 20 എന്തിനാണ് നിസ്കരിക്കുന്നത്? കാലം മാറിപ്പോയി. എടാ, പള്ളിക്കാട്ടി കിടക്കണ ഈ മഹാന്മാരൊക്കെ കേൾക്കത്തില്ല, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചങ്ങാതി ഉംറയ്ക്ക് പോയിട്ട് ഈ ചങ്ങാതി പറയാ, ഹജ്ജിന് ഒരാൾ പറയാ ഉംറയ്ക്ക് പോകുന്നു പഠിച്ചു. ഞാൻ പക്ഷെ മദീനത്ത് പോകാറില്ല. മദീനത്ത് പോയി കഴിഞ്ഞാൽ എന്താ പോകാത്തത്? മദീനയിൽ പോയി കഴിഞ്ഞാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റൂല. ഒരാൾ പറഞ്ഞ മറുപടി, അവന്റെ വിവരം ചിന്തിക്കണം. താടിയും തഴമ്പോൾ ഒരാൾ പറയുന്നു, ഞാൻ മദീനത്ത് പോകാറില്ല. എന്തേ പോകാത്തത്? മദീനയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കവിടെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റൂല. അതെന്തേ ജമാഅത്തിൽ പങ്കെടുക്കാത്തത്? അവിടുത്തെ ഇമാമ് ഖബർ പൂജിക്കുന്നവനാ, അതുകൊണ്ട് അവന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവനൊക്കെ എന്ത് ചെയ്യണം ചങ്ങാതി? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദർശം എന്ന് പറയുന്നത് അത് അമാനത്താണ്. അതിങ്ങനെ കൈ വെച്ച് സ്വന്തം ഇങ്ങനെ മുറുകെ പിടിക്കാനുള്ളതല്ല, അത് പകർന്നു കൊടുക്കാനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജത്തുൽ വിദാഇൽ തന്റെ അവസാന പ്രകാശനം കഴിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ബല്ലിഗ് അന്നി വലവായ, ഇവിടെ നിന്ന് കേട്ടവര് പകർന്നു കൊടുത്തോണം. അങ്ങനെ പകർന്നു നിന്റെ കയ്യിലെത്തിയ ആദർശം, ആ ആദർശം നിന്റെ കുടുംബം, നീ നാട്ടുകാരെ നന്നാക്കണ്ട, നീ നിന്റെ മക്കളെയും നിന്റെ ഭാര്യയും നന്നാക്ക്. ആദർശം പഠിപ്പിച്ചു കൊടുക്കണം സഹോദരങ്ങളെ. എവിടെ എത്തി നിൽക്കുന്നു? ഒരു വീടിന്റെ അകത്ത് നമുക്കെല്ലാത്തിനും സംശയമാണ്, നമുക്കെല്ലാത്തിനും സംശയം. എവിടേക്ക് ഈ സമുദായം കടന്നു പോകും നമുക്ക് ഓർമ്മയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 73 വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിലേക്ക് പോകുമ്പോൾ ആ രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം അത് സുന്നികൾ തന്നെയാ. അഹ്ലി സുന്നത്തി വൽ ജമാഅ, ആ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന സുന്നികൾ തന്നെയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.